വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് 34ാമത് വാർഷിക സമ്മേളനം കോളത്തൂരിൽ നടന്നു. KP അനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷൻ യൂണിയൻ പഴയന്നൂർ ബ്ലോക്കിന്റെ 34ാമത് വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചേലക്കര കോളത്തൂർ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസക്തി ഉണ്ടെങ്കിൽ കൂടി ആ സമ്മേളനകത്ത് കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റിയും അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശദീകരിക്കുന്നതോടൊപ്പം അടുത്ത ഒരു വർഷക്കാലം ഈ സംഘടനയെ എങ്ങനെ നയിക്കണം എന്നുള്ള ഒരു തീരുമാനവും ഒരു ചർച്ചയും എടുത്തുകൊണ്ടായിരിക്കും ഈ സമ്മേളനം പിരിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ വന്ന പ്രതിനിധികൾ പറയുന്ന നിർദ്ദേശങ്ങൾ, അവർ നൽകുന്ന ഉപദേശങ്ങൾ, അത് സ്വീകരിച്ച് പുതിയ ഈ സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഈ സംഘടനയ്ക്ക് കഴിയുന്ന തരത്തിലാവും ഈ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ KSSPUവിന്റെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞു ഇന്ന് KSSPU. സംഘടനാ അംഗത്വബലത്തിലും മറ്റു കാര്യങ്ങളിലും KSSPU ഇന്ന് വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. വിവിധ ആശയങ്ങൾ ഉള്ള കുറെ അനുഭവ സമ്പത്തുള്ള അല്ലെങ്കിൽ അനുഭവ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ യൗവനവും വാർദ്ധക്യത്തിലും സജീവമായി പൊതു ഇടങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള കുറേയേറെ അംഗങ്ങളാണ് KSSPUവിലുള്ളത്. ഇന്നും നമ്മുടെ വാർദ്ധക്യം എന്നുള്ളത് ആർക്കും മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. പക്ഷെ അതിൽ ആ വാർദ്ധക്യത്തിൽ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുക എന്നുള്ളതല്ലാതെ ഈ പെൻഷൻ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, പൊതുസമൂഹത്തിൽ ഈ സംഘടന എങ്ങനെ ഇടപെടുന്നു, കോവിഡ് കാലത്തായാലും മറ്റു കാര്യങ്ങളിലായാലും. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ബുക്ക്ലെറ്റ് വായിച്ചപ്പോൾ തന്നെ ഇതിൽ നിരവധി കാര്യങ്ങൾ സംഘടന പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് K. വിജയരാഘവ് പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സമ്മേളനം മാർച്ച് മാസത്തിൽ ജില്ലാ സമ്മേളനം, അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ സംസ്ഥാന സമ്മേളനം. ഈ പ്രാവശ്യം ഏപ്രിൽ മാസത്തിൽ ഇതേപോലെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അത് മെയ് മാസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സമ്മേളനം കോഴിക്കോട് വെച്ചാണ് നടത്തുന്നത്. നമ്മുടെ ജില്ലാ സമ്മേളനം മാർച്ച് 23-24 തീയതികളിൽ അടാട്ട് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പറപ്പൂരിൽ വെച്ച് നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ബ്ലോക്കിൽ 1350 അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ 135 കൗൺസിൽ മെമ്പർമാരാണുള്ളത്. ഈ കൗൺസിൽ മെമ്പർമാരിൽ ഇപ്പോഴെ പുതിയത് പഴയ മെമ്പർമാരും കൂടി ഇവിടെ നിറഞ്ഞിരിക്കേണ്ടതാണ്. എന്തായാലും കുറച്ചു കുറവുണ്ട്, എന്നാലും ഇതിലെത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. പെൻഷൻകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വരുംകാല കർമ്മ പദ്ധതികളും സമ്മേളനത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. TU പ്രസന്ന, PK ഗോവിന്ദൻ, KS ജോർജ്, E പരമേശ്വരൻ, S രാമൻ മാസ്റ്റർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.